വർഷം 2024. ആ മഹാന്റെ വീട്ടിൽ പോലീസുകാർ ആക്രമിക്കുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന ആ നിഷ്കളങ്കമായ മുഖം നോക്കൂ എന്റെ ഭക്തരെ. അത് തന്നെ എനിക്ക് ചോദിക്കാണ്ടായിരുന്നു, എന്തായിരുന്നത്? എനിവേ, യുവർ ശംഭു ഇസ് ബാക്ക്. വെൽക്കം ടു സ്വർഗം. കഴിഞ്ഞ 2 വീഡിയോ ഞാൻ കണ്ടു നോക്കി. അതിനകത്ത് ഞാൻ പറയുന്നത് എന്താണെന്ന് എനിക്ക് പോലും മനസ്സിലാവുന്നില്ലായിരുന്നു. അതുകൊണ്ട് ഈ വീഡിയോയിൽ ഞാൻ പതുക്കെ നിർത്തി ഫുൾ സ്റ്റോപ്പ് ഇട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. സോ ഗായ്സ്, ഇദ്ദേഹമാണ് തൊപ്പി. ഇദ്ദേഹത്തെ ഇന്ന് അറിയാത്തതായി കേരളത്തിൽ നിന്ന് ആരുമില്ല. അഥവാ നിങ്ങൾക്ക് ഇദ്ദേഹത്തെ അറിയത്തില്ലെങ്കിൽ നിങ്ങൾ ഈ യൂണിവേഴ്സിൽ പെട്ടതല്ല ഗായ്സ്. സോ അദ്ദേഹത്തെ അറിയാത്തത് കൊണ്ട് കാലിൽ കിടക്കുന്ന ചെരിപ്പെടുത്ത് അടുത്തിരിക്കുന്ന പാറ്റയെ തല്ലിക്കൊന്നിട്ട് ചൊറിയിട്ട് കഴിക്കുക. സോ ഗായ്സ്, അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ഇദ്ദേഹത്തെയും ഇദ്ദേഹത്തിന്റെ ശിഷ്യനായ മമ്മുവിനെയുമാണ്. ഗായ്സ്, തൊപ്പി നമ്മൾ വിചാരിക്കുന്ന ഒരാളല്ല ഗായ്സ്. എല്ലാ കഴിവുകളും ഉണ്ട്. എന്ന് വെച്ചാൽ പാട്ട് പാടാൻ, പിന്നെ ജെട്ടിയിട്ട് ഡാൻസ് കളിക്കാൻ, ഗെയിം കളിക്കാൻ, അശ്ലീലമായ വാക്കുകൾ പറയാൻ, എല്ലാം പോട്ടെ നശിച്ചുപോയ ടേബിൾ ഫാൻ അങ്ങനെ ശരിയാക്കാവെന്ന് വരെ പഠിപ്പിച്ചു തരും. Oh my God, this is metal ചുക്കാമണി ടെക്നിക്. കാലാകാലങ്ങളായി കുൻഫുവിൽ കണ്ടുവരുന്നതാണ് മെറ്റൽ ചുക്കാമണി ടെക്നിക്. മുന്നിൽ വരുന്ന എതിരാളിയെ ചുക്കാമണി കൊണ്ട് അടിച്ചു തകരിയിടുക. ഈ ടെക്നിക്കിലൂടെ ചുക്കാമണിയുടെ മൂർച്ചയും ശക്തിയും കൂട്ടി മെറ്റലാക്കി മാറ്റാൻ കഴിയും. 10 വർഷമായി ചുക്കാമണിയിൽ കല്ലുകൊണ്ടടിക്കുമ്പോൾ മാത്രമാണ് അതിന് ഇങ്ങനെ പരിശീലനം കിട്ടുന്നത്. എന്നാൽ നമ്മുടെ തൊപ്പി ഫാനുമായി സൗഹൃദം സാധിച്ച് ചുക്കാമണി മെറ്റലാക്കി മാറ്റി ഫാനിന്റെ ലീഫ് തന്നെ ഒടിച്ചിരിക്കുന്നു. ഇനി ഈ വീഡിയോ തുടർന്ന് കാണണമെങ്കിൽ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനി തൊട്ട് നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസ് കാണാൻ കഴിയും. ഇങ്ങനെ സ്വയം ഓടുന്ന മനുഷ്യനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എന്റെ പേര് തൊപ്പി, ഞാനൊരു മൈരൻ. ഇതിങ്ങനെയല്ല കേക്കണ്ട. ഞാനൊരു മൈരൻ. ഈ കോപ്പി തൊപ്പിലോട്ട മോനെ. കോഴിക്കോട്ടിൽ ആഴ്ച കോഴികൾ വന്ന് കയറുന്നത് കണക്കാണ് തൊപ്പിയുടെ വീട്ടിൽ ആളുകൾ വന്ന് കയറുന്നത്. അങ്ങനെ തൊപ്പിയുടെ വീട്ടിൽ വന്ന് കയറിയ മൂമെന്റൽ ഡിസാസ്റ്റർ ആണ് മമ്മു. ഇദ്ദേഹത്തിന് തൊപ്പിയെ പോലെ പല പല കഴിവുകളുണ്ട്. ഡാൻസ് കളിക്കാൻ, പാട്ട് പാടാൻ, ഗെയിം കളിക്കാൻ, അങ്ങനെ കുറെ കഴിവുകളും പിന്നെ പാചകം ചെയ്യാനും. അങ്ങനെ കുക്കായി വന്ന മമ്മു അവിടെ എല്ലാവരെയും ഇപ്പോൾ മണപ്പിച്ച് കുക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. അങ്ങനെ തൊപ്പിനെക്കാട്ടിൽ വേറെ 100 മടങ്ങിന് കഴിവുള്ള ഒരു ചെറുക്കാണ് മമ്മു. കുശുവിടാനും ഭക്ഷണം ഉണ്ടാക്കുവാനും മാത്രമല്ല, പെണ്ണുങ്ങളെ നോക്കി വായിലിപ്പിക്കാനും മമ്മൂന് കഴിവുണ്ട്. അത് പെണ്ണല്ല അത് ആണാണടാ, അത് നോക്കി വായിലിപ്പിക്കല്ലേ. ഗായ്സ്, എല്ലാം പോട്ടെ, അവന് വിവരമില്ലെന്നെങ്കിലും പറയാം. നിങ്ങൾ ഈ കൈ നോക്കൂ. കൊച്ചു കള്ളൻ എല്ലാം നൈസായിട്ട് നടത്തിയിട്ട് ചിരിക്കണ ചിരി കണ്ട. ഗായ്സ്, മമ്മൂടെ വന്നത് ഫുഡ് ഉണ്ടാക്കാനാണെന്നെങ്കിലും പറയാം. പക്ഷെ ബാക്കി ഇത്രയും കൂട്ടങ്ങൾ എന്തിനാണ് അവിടെ കിടക്കുന്നതെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. പക്ഷേ മമ്മു വന്ന പണി വൃത്തിയായി ചെയ്തിട്ടുണ്ട്. ഫുഡ് അത്യാവശ്യത്തിന് ഉണ്ടാക്കുന്നുമുണ്ട്, അവിടുത്തെ ഫുഡ് വെട്ടിയൊരുങ്ങി തിരുന്നുമുണ്ട്, ആ ഫുഡ് വെച്ച് ഫേഷ്യൽ ചെയ്യുന്നുമുണ്ട്, റോട്ടിൽ പോയി വരെ ഫുഡ് കഴിക്കുന്നുമുണ്ട്. ചക്ക നല്ല ചക്കയാണ്. വണ്ടിയെടുത്ത് ബ്രോ, അത് കിടക്കണ കിടപ്പുണ്ടോ? അതുകൊണ്ട് തിന്നാൻ തോന്നേ. നിങ്ങൾ വെറുതെ ഫോൺ ചായച്ചു പിടിച്ച് കഷ്ടപ്പെടണ്ട, ഞാൻ തന്നെ കറക്കി തരാം. ഇപ്പൊ വീണതാ. ആരുടെയോ വയറിൽ നിന്ന് വീണ ലൂസ് മോഷൻ കണക്ക് കിടപ്പുണ്ട്. ടൈറ്റിൽ കണ്ടോ? ഫ്രഷ് ചക്ക. വേണടാ, നീ അത് അവിടെ കിടന്ന് തിന്ന്, എന്നിട്ട് ആ റോഡ് നക്കി തുടച്ചിട്ട് പോകും. കാട്ടുപോത്തണ കുറെ ഉണ്ട് ഇവന്മാർ കൂടെ. എന്നിട്ട് ഒരുത്തവന് പോലും വിവരമില്ലല്ലോ. ഇങ്ങനെ തിന്നുന്നേ തെറ്റൊന്നുമില്ലല്ലോ.
തെറ്റൊന്നുമില്ല MVD പിടിക്കത്തൊന്നുമില്ല. വയറ്റിളക്കം വരത്തൂല്ല, നിന്റെ അണ്ടർവെയറിൽ തുളവീരത്തുമില്ല. ബ്രോ അതിനെങ്കിലും വെറുതെ വിട്, അതിനെയും ചപ്പി പീഡിപ്പിക്കല്ലേ. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല മധുരം ഉണ്ട്. നല്ല ടേസ്റ്റ് കാണും, റോട്ടി കടന്ന സാധനമല്ലേ. പരിപോക്കിന് പോയപ്പോ കണ്ട പശുവും പട്ടിയും നക്കിയാൻ ഈളാപ്പും വീണ് ആകാശത്ത് കൂടി പറന്നുപോയ കാക്കയുടെ കാഷ്ടവും കാണും. ഇങ്ങനെ പോലെയുള്ള കുറെ വിവരമില്ലാത്ത നന്മമരങ്ങളാണ് നമ്മുടെ ഭൂമിക്ക് നിപ്പയും കൊറോണയും സംഭാവനം ചെയ്യുന്നത്. ഗായ്സ്, പക്ഷേ ഇവിടുത്തെ കുഴപ്പം ഇതൊന്നുമല്ല. നമ്മുടെ മമ്മു നമ്മുടെ തൊപ്പിക്ക് തുല്യമാകുമോ എന്നാണ്. തൊപ്പിയെ പോലെ മമ്മൂക്ക് ഫാൻസ് ഉണ്ട്, തൊപ്പിയെ പോലെ മമ്മുവിന് യൂട്യൂബ് ചാനലുണ്ട്, തൊപ്പിനെ പോലെ മമ്മൂക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, എന്തിന് മെറ്റൽ ചുക്കാമണി വരെ ഉണ്ട്. സോ ഗായ്സ്, മമ്മു തൊപ്പിക്ക് തുല്യമാകുമോ? മമ്മു തൊപ്പിയുടെ കസേരയിൽ ഇരിക്കുമോ? തൊപ്പി ആ വീട്ടിൽ നിന്ന് പുറത്താകുമോ? എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. പാർട്ട് 2 വീഡിയോയ്ക്കായി നിങ്ങൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗുഡ് ബൈ.